അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കല്ലുമക്കായ പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇത് നോമ്പ് പൊരിക്കുന്ന ടൈമിനായാലും ഗസ്റ്റ് വന്നാലും എല്ലാം നല്ലൊരു കടിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കല്ലുമക്കായ ക്ലീൻ ചെയ്യണം. അത് നമ്മൾ കല്ലുമക്കായൻ്റെ പുറത്ത് കണ്ടമാനം കച്ചറുണ്ട്. അത് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ തെച്ച് മുഴുവൻ നമുക്ക് കച്ചറ വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ കല്ലുമക്കായ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പോഴേക്കിത് തുറന്നു വരും. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇത് മുഴുവൻ ഇങ്ങനെ അടച്ച് പൂട്ടിയിട്ടുണ്ടാകുക. നമുക്ക് തുറന്നെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ തുറന്ന് എടുക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെയുള്ള ഈ ഒരു കത്തിൻ്റെ മുനെടുത്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ഇതിങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഉൾഭാഗം കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും പാത്രത്തിൽ കമിച്ച് വെക്കുക. അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയാണ്. ഇനി കല്ലുമ്മക്കായിൽ നിറക്കാൻ വേണ്ടിയുള്ള അരി അരച്ചെടുക്കണം. കല്ലുമ്മക്കായ നിറക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ. വെള്ളം എടുക്കട്ടെ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു തെരിതെരിപ്പോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. നന്നായി മുതിയാൻ പാടില്ല, നല്ല ഫൈന് അരവാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടായൊരു തെരിതെരിപ്പ് പോലെ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഒരു കപ്പ് ഇട്ടെടുത്ത് കുറച്ച് നോക്കാം ഇത് മതിയോന്ന്. ഇല്ലെങ്കിൽ ടൈറ്റായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. കുഴച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടാകും ഇതുപോലെ നന്നായി ടൈറ്റ് ആകാൻ പാടില്ല, നന്നായി ലൂസാകാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ നിറക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിൽ ഇതുപോലെ. ഇനി ഇത് നമുക്ക് കല്ലുമക്കായൻ്റെ ഉള്ളിൽ നിറച്ചെടുക്കണം. പിന്നെ വൃത്തിയാക്കി വെച്ച കല്ലുമ്മക്കായിൽ അരി നിറച്ചെടുക്കണം. അതുപോലെ കല്ലുമ്മക്കായ ഇങ്ങനെ തുറന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരി ഇതുപോലെ ആക്കിയിട്ട് നിറച്ചെടുക്കുക. അരി ഇതുപോലെ ആക്കിയിട്ട് ഇതിൽ ഇങ്ങനെ നിറച്ചെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള കല്ലുമ്മക്കായ നിറച്ചെടുക്കാം. കല്ലുമ്മക്കായ മുഴുവൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് ഞാനൊരു ആവിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
ആയിപ്പാത്രം വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കല്ലുമ്മക്കായ ആയോന്ന്, വെന്തോ നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇത് ഒരു പാത്രത്തിൽ തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കവർ എടുത്ത് കളയാം. കല്ലുമ്മക്കായൻ്റെ തോടിങ് എടുക്കണം. അതെല്ലാം നല്ലപോലെ തണുത്തതിന് ശേഷമായാൽ നല്ല വൃത്തിയിൽ കിട്ടും. ഇതുപോലെ എടുക്കുക. നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. മറ്റേതാണെങ്കിൽ എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുളകും ഉപ്പും കൂടി നല്ലപോലെ കലക്കിയെടുക്കുക. ഇതുപോലെ കലക്കിയെടുക്കുക. ഈ ഒരു കട്ടിയിൽ കലക്കിയെടുത്താൽ മതി. കല്ലുമ്മക്കായ പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ വേണത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് കുറച്ച് ഓയിൽ മതി. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോരോ കല്ലുമ്മക്കായ ഇട്ടിട്ട് ഈ മുളകിലിട്ടിട്ട് ഇതുപോലെ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് പൊരിച്ചെടുക്കുക. ആദ്യം നല്ലപോലെ എണ്ണ ചൂടാക്കുക. ഫ്ലെയിം കുറച്ച് സ്ലോ ചെയ്തതിന് ശേഷം കല്ലുമ്മക്കായ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ കണ്ണൂർക്കാരെ ഫേമസ് ഇതാണ് കല്ലുമ്മക്കായ. തട്ടുകടിയിൽ ഏത് തട്ടുകടി പോയാലൊക്കെ കിട്ടുന്ന ഒരിതാണ്. പിന്നെ നോമ്പിന് ഇത് എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഉണ്ടാവും തന്നെ പറയാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒരു ഭാഗം പൊരിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. പിന്നെ ഇത് തിരിച്ചിടാം. എന്നാൽ വേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആദ്യം വേവിച്ചതാണല്ലോ, അതുകൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ നല്ല ഒരു അടിപൊളി കടിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ എന്ന് പറയുമ്പോൾ. കല്ലുമ്മക്കായ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.